ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇക്വിലിബ്രിയം അല്ലെ, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവരോടും ചോദിക്കും. അപ്പോ അതില് ആദ്യം മുതൽ ഇവിടെയും വരെ ഉള്ളത് ഇങ്ങനെ ഒന്ന് ഓർഡറിൽ കൊണ്ടുവരിക അല്ലെ. ഫസ്റ്റ് നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞു. എന്തായിരുന്നു? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അത് കഴിഞ്ഞിട്ട് കെ സി അല്ലെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി, അതിന്റെ ഇക്വിലിബ്രിയം ലോ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് കെ സി പറഞ്ഞത്. കെ സി എന്തായിരുന്നു? കെ സി ഈക്വൽ ടു സി ബി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരേ ഫേസ് ആയിരിക്കണം അല്ലെ ഇക്വിലിബ്രിയത്തില്. റിയാക്ടന്റും പ്രൊഡക്റ്റും ഒരേ ഫേസ് വന്നാൽ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. അവിടെയാണ് നമ്മൾ കെ സിയും കെ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞത്. അടുത്ത ആൾ പറഞ്ഞേ. കെ പി ഈക്വൽ ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ സി ആൻഡ് കെ പി. അതിൽ കെ പി ഈക്വൽ ടു ഇന്ന് ഈ ചാപ്റ്റർ കഴിയും. അതിന്റെ ഇക്വേഷൻ ഒക്കെ നോക്കണ്ടതല്ലേ. കെ പി ഈക്വൽ ടു എന്തായിരുന്നു? അതല്ല, കെ സിയും കെ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. കേട്ടോ, ഒരു ഇക്വേഷൻ ഉണ്ട്. നോക്കിയേ, ഡെറിവേഷൻ ഒക്കെ ചെയ്ത് വലിയൊരു ഡെറിവേഷൻ ഒക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. എന്ന് പറഞ്ഞേ, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. കേട്ടോ, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഈ ഇക്വേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇക്വിലിബ്രിയത്തില് മെയിൻ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം, ക്യു സി, കെ സി, ലേ ചാർലിയർ പ്രിൻസിപ്പിൾ അല്ലെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. അത് ഈ കഴിഞ്ഞ ക്ലാസ്സിലല്ല, 9 ക്ലാസ്സിലുള്ള കാര്യമാണ് പറയുന്നത്. ലേ ചാർലിയർ പ്രിൻസിപ്പിൾ ഒക്കെ എടുത്തു അല്ലെ. ലേ ചാർലിയർ പ്രിൻസിപ്പിളിൽ എന്തൊക്കെ ഫാക്ടേഴ്സ്? 5 ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞു അല്ലെ. 5 ഫാക്ടേഴ്സ് പറഞ്ഞു. എന്തായിരുന്നു ആ 5 ഫാക്ടേഴ്സ്? കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ ചേഞ്ച്, പറഞ്ഞുകൂടിയുണ്ട് കാറ്റലിസ്റ്റ്, അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് ആൻഡ് കാറ്റലിസ്റ്റ്. അങ്ങനെ 5 ഫാക്ടേഴ്സ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞുള്ള പോർഷൻ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്, അയണിക് ഇക്വിലിബ്രിയം. അയണിക് ഇക്വിലിബ്രിയത്തില് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് എന്തായിരുന്നു? ആക്ച്വലി അരീനസ്, ബ്രൗൺസ്റ്റഡ് ലൗറി, ലൂയിസ് അല്ലെ, ലൂയിസ് ആസിഡ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മെയിൻ ആയിട്ട് എടുത്ത് പി എച്ച്, നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് അയോൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു അല്ലെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കെ ഡബ്ല്യുവിന്റെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കെ ഡബ്ല്യുവിന്റെ വാല്യൂ, കെ ഡബ്ല്യു ഈക്വൽ ടു എന്തായിരുന്നു? 10 raised to -14. വെരി ഗുഡ് കേട്ടോ. ദെൻ പി എച്ച് ഓഫ് കെ ഡബ്ല്യു, പി കെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 14 ഉണ്ടോ? ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് കെ ഈക്വൽ ടു കെ. അപ്പൊ എന്താ? ഇക്വിലിബ്രിയം ഇൻ ആസിഡ്. അതിന് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് ഓർ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് ഈക്വൽ ടു, അടുത്ത ആള് വേഗം പറഞ്ഞേ, സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ ഉണ്ടോ? ഓക്കെ. കെ ബി ഈക്വൽ ടു എന്തായിരുന്നു? സെയിം തന്നെ അല്ലെ, സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ഇത് എന്തിലായിരുന്നു? ബേസിലാണ്. ഇത് എന്തിലായിരുന്നു? ആസിഡ് ആണ്. അപ്പൊ എയും ബിയും ഒക്കെ അങ്ങനെ കൊടുത്തേക്കുന്നത് ആസിഡും ബേസും എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആണ്. ദെൻ നെക്സ്റ്റ് കെ എ ഇൻറ്റു കെ ബി ഈക്വൽ ടു എന്തായിരുന്നു? കെ എ ഇൻറ്റു കെ ബി ഈക്വൽ ടു 10 raised to -14. അതിന് കെ ഡബ്ല്യു അല്ലെ. ഓക്കെ. അതാണ് ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയതെന്നാണ് എന്റെ ഓർമ്മ. ശരിയാണോ? ഓക്കെ. അപ്പൊ ഇത്രയും വരെ എടുത്തു. ഇനി നമുക്ക് അതിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഇതില് കുറച്ച് തിയറട്ടിക്കൽ ടേമുകൾ കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. ഡൈ ആൻഡ് പോളി ബേസിക് ആസിഡ്. ഡൈ ആൻഡ് പോളി ബേസിക് ആസിഡ്. ഡൈ, DI, ഡൈ ആൻഡ് പോളി ബേസിക് ആസിഡ് and di and poly acidic bases and di and poly acidic bases. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് ആണ് കേട്ടോ. കേൾക്കുമ്പോ അല്ലേ കുറെ ആൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡൈ ആൻഡ് പോളി അസിഡിക് ബേസസ്.
ആദ്യത് പോളി ബേസിക് ആസിഡ്, അടുത്തെന്തായിരുന്നു ഡൈ ആൻഡ് പോളി അസിഡിക് ബേസസ്. ഓക്കെ, എഴുതിയോ? ഇത് സംഭവം വേറെ ഒന്നുമില്ല. ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? H+ റിലീസ് ചെയ്താൽ എന്താണ്? ആസിഡ് ആണ്. ഒരു ആസിഡിനകത്ത് ബേസ് ഉണ്ടോ? എല്ലാ ആസിഡിന്റെ അകത്തും ബേസും എല്ലാ ബേസിനകത്തും ആസിഡും ഉണ്ട്. എന്തുകൊണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? ഇവിടെ നിന്ന് ശ്രദ്ധിച്ചറിയാം. അത് കണ്ടോ, Ka × Kb = എന്തായിരുന്നു? Kw അങ്ങനെ പറഞ്ഞു അല്ലെ. അപ്പോ H+ OH-നേക്കാളും കൂടിയാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ആസിഡ് എന്ന. അപ്പൊ അതിൽ OH ഉണ്ട് അല്ലെ, H+ അത് കൂടുതലാണ്, അതുകൊണ്ട് അതിന്റെ പ്രയോറിറ്റൈസേഷൻ വെക്കും. H+നേക്കാളും കൂടി കഴിയുമ്പോൾ അതിലെന്ത് വരും? ആസിഡ് ആവും അല്ലെ. ഇനി ബേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആര് കൂടുതലായിരിക്കും? OH കൂടുതലായിരിക്കും. ആരെക്കാളും? H+നേക്കാളും OH കൂടുതലായിരിക്കും. എന്തായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണ് ആസിഡും ബേസും അവര് എടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾക്ക് കാണുന്നത് ഈ HCl എത്ര H ഉണ്ട്? ഒരു H അല്ലേ ഉള്ളൂ. H2SO4 എത്ര H ഉണ്ട്? 2. അപ്പൊ അതിനെന്ത് വിളിക്കും? ഡൈ. മനസ്സിലായി? H3PO4 ഫോസ്ഫോറിക് ആസിഡ് ആണ്. H3PO4 എന്താ? ഫോസ്ഫോറിക് ആസിഡ്. അതിൽ എത്ര H ഉണ്ട്? 3H. അപ്പൊ അതിനെന്തായിരിക്കും? ട്രൈ അല്ലെങ്കിൽ പോളി. ഉണ്ടോ? ഓക്കെ, കൂടുതലാണ് 2-നേക്കാളും. ആ രീതിയിൽ പറയുന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെ ഇതുപോലത്തെ 3 എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ അവിടെ തീരും കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു. സം ഓഫ് ദി ആസിഡ് ലൈക്ക് ഓക്സാലിക് ആസിഡ്, sum of the acid like oxalic acid, sum of the acid like oxalic acid, sum of the acid like oxalic acid, comma sulfuric acid and phosphoric acid have more than one ionizable proton. Have more than one ionizable proton. More than one ionizable proton per molecule of the acid. Per molecule of the acid. Repeat ചെയ്യാം. Some of the acid like oxalic acid, sulfuric acid and phosphoric acid have more than one ionizable proton per molecule of the acid. Per molecule of the acid. Full stop. Such acid are known as polybasic or polyprotic acid. 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 Okay. ഇനി ഇതിന്റെ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. H2SO4 ഇന്ന് തുടങ്ങാം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. H2SO4. ഈ H2SO4 ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ആസിഡിക് നേച്ചർ കാണിക്കുമ്പോൾ ആദ്യം ഇത് അക്വസിലായിരിക്കും കേട്ടോ. അക്വസ് വാട്ടറിലാണ് അക്വസ്. ഇതെന്ത് ചെയ്യും? H+ പ്ലസ് എന്ത് വരും? HSO4 മൈനസ്. ഇങ്ങനെ നിൽക്കും. അടുത്ത സ്റ്റെപ്പിൽ നോക്കിയേ, HSO4 മൈനസ് ഉണ്ടോ? ഓക്കെ, ഇവിടെ വീണ്ടും അക്വസ് എഴുതും. ഇവിടെ എന്ത് വരും? ഫോർവേഡും ബാക്ക്വേർഡും H+ പ്ലസ് SO4 2 മൈനസ് ഉണ്ടോ? SO4 2 മൈനസ്. സ്റ്റെപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുക? H റിലീസ് ചെയ്യുക. ഓരോ സ്റ്റെപ്പിലായിട്ടായിരിക്കും H+. അപ്പൊ ഇവിടെ Ka കൊടുത്താൽ എങ്ങനെ പറയാം? നിങ്ങൾ Ka കൊടുത്താൽ
എച്ച് പ്ലസ് ഇൻറ്റു HSO4 മൈനസ് ഡിവൈഡഡ് ബൈ H2SO4. അതിനെയാണ് ഇവര് Ka1 എന്ന് കൊടുക്കുന്നത്. ഇതിനെന്താ കൊടുക്കുക? Ka1. അപ്പൊ ഇതെന്തായിരിക്കും? Ka2. ഇങ്ങനെയാണ് ഇവര് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് ഒരെണ്ണമല്ല അല്ലെ, ഇതിനെന്താ വിളിക്കുക? ഡൈപ്രോട്ടിക് ആസിഡ് ഉണ്ടോ? ഡൈപ്രോട്ടിക് ആസിഡ് ആ രീതിയിലാണ് പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ H2SO4 എന്നിട്ട് ഇതുപോലെ എഴുതി വെക്കുക. H2SO4. എക്സാമ്പിൾ H2SO4. അപ്പൊ ടെക്സ്റ്റ് ബുക്കില് വെറുതെ പേര് എഴുതിയിട്ടുള്ളൂ, ഇങ്ങനെ എഴുതിയിട്ടില്ല. അവരൊരു കോമൺ എക്സാമ്പിൾ HX എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓർഡർ ആക്കിയിട്ട് പഠിച്ചു പോകും. ഇനി ബാക്കിയുള്ള ആസിഡുകള് ഒരു ഫോർമുല കറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള ആസിഡ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് എങ്ങനെ ഇരിക്കണമെന്ന് അറിയോ? COOH COOH കേട്ടോ. ഇതാണ് ഓക്സാലിക് ആസിഡ്. എഴുതിയോ? ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് അപ്പൊ എത്ര എച്ച് റിലീസ് ചെയ്യും അതിന്ന്? ആദ്യം ഈ ഒരു എച്ച് പോവും, പിന്നെ ഈ ഒരു എച്ച് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും രണ്ട് എച്ച് പോവും. ഇതുപോലെ തന്നെ രണ്ട് സ്റ്റെപ്പ് വരും. ഓക്സാലിക് ആസിഡ് കേട്ടോ. ഇതിന്റെ പേര് എഴുതിയാൽ മതി, ഓക്സാലിക് ആസിഡ്. അതും എന്തായിരിക്കും? ഡൈപ്രോട്ടിക് ആസിഡ്. ഇനി ട്രൈ വേണം അല്ലെ? ട്രൈ ഇതാണ് H3PO4. H3PO4 കേട്ടോ. ഇതിന്റെ പേര് ഫോസ്ഫോറിക് ആസിഡ്. H3PO4 ഫോസ്ഫോറിക് ആസിഡ്. H3PO4 ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അസിഡിക് സ്ട്രെങ്ത്. അടുത്ത ഹെഡിങ് കേട്ടോ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത്. Factors affecting acid strength. നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ. ഓൺലൈനിൽ വന്നേക്കുന്ന ആൾക്കാർ ഇനിയുള്ള ഹെഡിങ് മുതൽ കറക്റ്റ് ഓർഡറിൽ എഴുതി വെക്കുക കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത്. മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൈസും അതുപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ആണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോ ഇവർ പറയുന്നത് ഇപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് എഴുതാം കേട്ടോ. പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ അറിയാമല്ലോ അല്ലെ? പീരിയോഡിക് ടേബിളില് 17th ഗ്രൂപ്പ് ആരൊക്കെയാ? 17th ഗ്രൂപ്പ് 17th ഗ്രൂപ്പ് പറഞ്ഞു, ശരിയാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, ഇതാണ് വരുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോ ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ആവുമ്പോ ഏതൊക്കെ ആസിഡുകളാണ് നമുക്ക് എഴുതാൻ പറ്റുക? HF ഉണ്ടോ? പിന്നെ എന്തൊക്കെ വരും? HCl, HBr, HI. നിങ്ങൾക്ക് ഇതില് പരിചയമുള്ള ആസിഡ് ഈ HCl ആണ്. പരിചയമുള്ള ആസിഡ് HCl ആണ്. അപ്പൊ വിച്ച് ഈസ് സ്ട്രോങ് ആസിഡ് ആൻഡ് വൈ? ഇതാണ് ക്വസ്റ്റ്യൻ വരിക. വിച്ച് ഈസ് സ്ട്രോങ് ആസിഡ് ആൻഡ് വൈ? അപ്പൊ ഇവര് കൊണ്ടുവരുന്ന വേർഡ് എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം, H പെട്ടെന്ന് റിലീസ് ചെയ്താൽ അത് എന്താ? സ്ട്രോങ് ആസിഡ് അല്ലെ? H പെട്ടെന്ന് റിലീസ് ചെയ്താൽ അത് സ്ട്രോങ് ആസിഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടും.
സൈസ് കൂടുമ്പോൾ ആ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യും അല്ലെ. ഓക്കെ, ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പേനയുണ്ട്, ആ പേന ഒടിച്ചു കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ. പക്ഷെ ആ പേനയുടെ അറ്റത്തുള്ള നിബ് ഉണ്ടല്ലോ, എന്താണ് എഴുതുന്നത്, അത് മാത്രം നിങ്ങൾ കൈകൊണ്ട് പിടിക്കണം. കണ്ട ചെറുതാണ്, പക്ഷെ പറ്റുമോ നിങ്ങൾ കൈകൊണ്ട്? അത്രയും സ്മോളർ ആകുമ്പോൾ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലെങ്ത് കൂടുന്തോറും അല്ലെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ലെങ്ത് കൂടുന്തോറും. ഇപ്പൊ ഈ പേന ഇത്രയുള്ള പേനയാണെങ്കിൽ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. അതേസമയത്ത് ഏറ്റവും ചെറുതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ എനർജി. അപ്പോ സൈസ് കൂടുമ്പോ എന്ത് പറ്റും? ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യും, അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, ആസിഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. കാരണം ഈ HIനെ ഏറ്റവും ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അസിഡിക് സ്ട്രെങ്ത് പറയുമ്പോൾ ഇങ്ങനെയാണ്. അതില് ഇതാണ് ഏറ്റവും സ്ട്രോങ് ആസിഡ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടോ, അപ്പൊ സ്ട്രോങ് ആസിഡ് ഇത് വരും. റീസൺ പറയുന്നത് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്, സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോ ഇതിനവര് H ഉണ്ടോ ഇങ്ങനെ പറയും. എ എന്ന് പറയുമ്പോൾ എന്താ, ഈ ഗ്രൂപ്പ് F, ക്ലോറിൻ, ബ്രോമിൻ, അതിന് ടോട്ടലി A എന്ന് കൊടുത്തിട്ട് HA ബോണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതും, എന്നിട്ട് ഈ എക്സാമ്പിൾ ആയിട്ട് എഴുതണം കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. ഇൻ ജനറൽ when strength of HA bond ഇതുപോലെ കേട്ടോ, HA bond in general when strength of HA bond decreases comma that is the energy required to break the bond decreases become a strong acid. Become a stronger acid. Okay, clear ആണോ? എന്നിട്ട് എക്സാമ്പിൾ ഇവിടെ എന്താണ്? ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യല്ലേ, സൈസ് ഇൻക്രീസസ് അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം. എക്സാമ്പിൾ എന്നിട്ട് ഈ ഓർഡർ എഴുതണം കേട്ടോ. ഓക്കെ, താഴെ എഴുതി വെക്കുക. സൈസ് എന്ത് പറ്റും? increases, acidic strength also increases കേട്ടോ. സൈസ് increases, acidic strength also increases. ഇവിടുന്ന് സൈസ് കൂടുകയാണ്. അയഡിൻ കണ്ടോ, ഫ്ലൂറിനേക്കാളും ബിഗർ സൈസ് ക്ലോറിൻ, ക്ലോറിനേക്കാളും ബിഗർ സൈസ് ബ്രോമിൻ, ബ്രോമിനേക്കാളും ബിഗർ സൈസ് അയഡിൻ. സൈസ് ഇൻക്രീസ് ചെയ്യുന്നു കേട്ടോ. എഴുതണം എക്സാമ്പിൾ. ഇത് എടുത്തെഴുതാം കേട്ടോ. ഇതിലെ ഏറ്റവും സ്ട്രോങ് ആസിഡ് ആരാ? HI കേട്ടോ. സ്ട്രോങ് ആസിഡ് ആരാ? HI, ഹൈഡ്രജൻ അയഡൈഡ്. പണ്ടത്തെ മറ്റേ കോൺ ബനേഗ കോർബ്രതിയില് അതിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു അത് കേട്ടോ. അവർക്ക് വലിയ പൈസ പോയൊരു ക്വസ്റ്റൻ ആണത്. സ്ട്രോങ് ആസിഡ് ആയിട്ട് ചോദിച്ചതില് ഈ HI ഉണ്ടായിരുന്നു. ആ ആള് HCl ഫെമിലിയർ ആണ്, 10th വരെയൊക്കെ പഠിച്ചേക്കുന്നതിൽ HCl ഫെമിലിയർ ആണ് എന്നുള്ള രീതിയിൽ എഴുതി. അതിനേക്കാളൊക്കെ സ്ട്രോങ് ആണ് HI കേട്ടോ. ഓക്കെ, HI ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഉരിയാൻ പോകും. ചില ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണിക്കുന്ന പോലെ ഇതൊക്കെ മെറ്റൽസ് ഒക്കെ പൊട്ടിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. ഇതിന്റെ കോൺസെൻട്രേഷൻ ഹയർ ആണെങ്കിൽ അത്രയ്ക്ക് സ്ട്രോങ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില സ്ഥലത്ത് ഗ്ലാസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത്, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ചില കാറ്റഗറിയിൽ പെടുന്ന ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് HI. കോമൺ കൊമേഴ്ഷ്യൽ പർപ്പസുകൾക്ക് അത് യൂസ് ചെയ്യില്ല, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ നല്ല രീതിയിൽ. ക്ലോറിൻ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് അയോൺ ആണ്. ഇപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് ഹൈഡ്രജൻ അയഡൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് കേട്ടോ. കോമൺ നെയിം ആണ് സാധാരണ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടോ. ഓക്കെ, അങ്ങനെ വിളിക്കുന്നത്. അയഡൈഡ് അങ്ങനെയൊക്കെ വിളിക്കാൻ കാരണം അതിന് -1 ആണ്. ഓക്സിജൻ വന്നാൽ അപ്പൊ എന്ത് വിളിക്കും നമ്മള്? ഓക്സൈഡ്. ഓക്സൈഡ് എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം എന്താ? -2 ആണ് കേട്ടോ.
ഹൈഡ്രജൻ സൾഫൈഡ് H2S ആണ്, H2O കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വിളിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അയഡൈഡ് എന്ന് പറയുമ്പോൾ അതിന് -1 എന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത്. ഇനി എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ള പറയാം, നിങ്ങൾക്ക് അപ്പൊ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇത് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറി ഒക്കെ ഉണ്ട്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ IF3, ഇവിടെ നമുക്ക് ഫ്ലൂറൈഡ് എന്നോ അല്ലെങ്കിൽ അയഡൈഡ് എന്ന് വിളിക്കില്ല. കാരണം ഇവിടെയെല്ലാം ഇതിന് ഈ അയഡിനൊക്കെ ചാർജ് വ്യത്യാസം വരും. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഫ്ലൂറിന് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ചില സിറ്റുവേഷനിൽ എന്ത് പറ്റും, അതിന് -1 അല്ലാതെ, ഇതിപ്പോ ഈ സമയത്ത് ഇത് +3യും ഇത് -1 ആണ്. അപ്പൊ അയഡിന്റെ എന്ത് ചെയ്തു, ബാലൻസി മാറി കണ്ടോ. ഓക്കെ, അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ വിളിക്കത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു കോമൺ നെയിമിലേക്ക് വരുന്നത്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് കേട്ടോ. അപ്പോ ഒരു കാര്യം സൈസ് ആണ്, സൈസ് കൂടിയപ്പോ എന്ത് കൂടി, അസിഡിക് സ്ട്രെങ്ത് ഓൾസോ ഇൻക്രീസസ് കേട്ടോ. ഓക്കെ, അടുത്ത ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ചിട്ടാണ് നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. ഫാക്ടേഴ്സ് ആണ്, സെക്കൻഡ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ എഴുതുന്നത്. HA bond polarity, next point കേട്ടോ. HA bond polarity, HA bond polarity becomes HA bond polarity becomes the deciding factor for determining the acid strength. Full stop. As the electronegativity of A increases, the strength of acid also increases. As the electronegativity of A increases, the strength of the acid also increases. The strength of the acid also increases. The strength of acid also increases. അപ്പോൾ സൈസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു നെക്സ്റ്റ് കമ്പാരിസൺ ടേബിളിനെ ബേസ് ചെയ്തിട്ട്, പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് 17th ഗ്രൂപ്പ് ആണ്. 16th ഗ്രൂപ്പ് ആരായിരുന്നു? ഓക്സിജൻ, സൾഫർ അല്ലെ, സെലീനിയം കേട്ടോ. ഇതാണ് 16th ഗ്രൂപ്പിൽ വരുന്നത്. നെക്സ്റ്റ് 15th ഗ്രൂപ്പ് പറഞ്ഞേ. 15th ഗ്രൂപ്പ് പീരിയോഡിക് ടേബിൾ പഠിച്ചതല്ലേ? നൈട്രജൻ അല്ലെ, തൊട്ട് താഴെ ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് കേട്ടോ. വേണ്ട 14th ഗ്രൂപ്പ് അതും കൂടി പറഞ്ഞിട്ട്. വെരി ഗുഡ്. 14th ഗ്രൂപ്പ് കാർബൺ, സിലിക്കൺ അല്ലെ, സിലിക്കൺ. 13th ഗ്രൂപ്പ് ഏതായിരുന്നു? ഇത്രയാണ് പി ബ്ലോക്ക്. ആരായിരുന്നു? ബോറോൺ, അലൂമിനിയം അല്ലെ. ഇനി ആണോ? ബാഗല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഇന്നലെ ആരണ്ടിന് വേറെ ഒരു മിനിറ്റ്.
നോക്കിയ പീരിയോഡിക് ടേബിളില് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോണെഗറ്റിവിറ്റിക്ക് എന്ത് പറ്റും? കൂടും. ലെഫ്റ്റ് ടു റൈറ്റ് കൂടും. സൈസ് എന്ത് ചെയ്യും? കുറയും. അല്ലെ? പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് എന്ത് ചെയ്യും? ഡിക്രീസസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. അങ്ങനെ വരുമ്പോ നമുക്ക് ഹൈഡ്രജൻ, കാർബണിന്റെ വാല്യൂസ് എത്ര? 4 അല്ലേ? ഹൈഡ്രജനും കാർബണും കൂടി ജോയിൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഹൈഡ്രജനും കാർബണും കൂടി ജോയിൻ ചെയ്ത വാലൻസി ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഹൈഡ്രജന്റെ വാലൻസി 1 അല്ലെ? കാർബണിന്റെ വാലൻസി 4. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? CH4 അല്ലെ? മീഥേൻ. മീഥേൻ കഴിഞ്ഞാൽ നൈട്രജനും എച്ചും കൂടി ജോയിൻ ചെയ്താൽ എന്ത് വരും? NH3. കണ്ടോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കുക, എച്ചും ഓക്സിജനും കൂടി ജോയിൻ ചെയ്താൽ എന്ത് വരും? H2O. കണ്ടോ? ദെൻ നെക്സ്റ്റ് എച്ചും എഫും കൂടി ജോയിൻ ചെയ്താൽ എന്ത് വരും? HF. അപ്പോ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്താൽ അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ആർക്കാ? ഇയാൾക്കാണ്. കണ്ടോ? പിന്നെ വാട്ടർ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ പോലെയാണ്, അതിനേക്കാളും അല്ലേ? അപ്പൊ ഓർത്ത് നോക്കുക, ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്, അസിഡിക് സ്ട്രെങ്ത് ഓൾസോ ഇൻക്രീസസ്. ഇത് എക്സാമ്പിൾ ആയിട്ട് എഴുതുക കേട്ടോ. ഓക്കെ. എന്നിട്ട് എഴുതണം ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്, അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ്. എന്റെ താഴെ കേട്ടോ, എന്റെ താഴെ എഴുതേണ്ടത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്, acidic strength also increases. ആദ്യം എക്സാമ്പിൾ ആയിട്ട് എല്ലാവരും ഇത് എഴുതുക കേട്ടോ. CH4, NH3, H2O, HF. CH4, NH3, H2O, HF. എന്നിട്ട് ഇവിടെ നിന്ന് എഴുതി വെക്കണം. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്, അസിഡിക് സ്ട്രെങ്ത് ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ കണക്ട് ചെയ്ത് എഴുതണം കേട്ടോ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്, അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ്. ഇതിന്റെ താഴെ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് എഴുതാം. The next heading, common ion effect. അടുത്ത ഹെഡിങ് കേട്ടോ, കോമൺ അയോൺ എഫക്ട്. ION ആണ് കേട്ടോ, കോമൺ അയോൺ എഫക്ട്. കോമൺ അയോൺ എഫക്ട്. കോമൺ അയോൺ എഫക്ട്. ഡെഫിനിഷൻ എഴുതിക്കോ, അത് കഴിഞ്ഞിട്ട് എന്താണ് കൺസെപ്റ്റ് എന്നൊക്കെ പറയാം. ഒന്ന് എഴുതി വെച്ചോ. It can be defined as a shift in equilibrium. It can be defined as a shift in equilibrium on adding a substance that provides more of an ionic species, IONIC ആണ്, ionic species, already present in more of an ionic species already present in the dissociation equilibrium. It can be defined as a shift in equilibrium on adding a substance that provides more of an ionic species already present in the dissociation equilibrium. ഇതാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയത്തില് ഇവർ എക്സാമ്പിൾ പറയുന്ന അസറ്റിക് ആസിഡ്, വിനെഗർ അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്ന
വിനെഗർ, എത്തനോയിക് ആസിഡ് എന്നൊക്കെ വിളിക്കുന്ന അസറ്റിക് ആസിഡ് എടുക്കും. അസറ്റിക് ആസിഡ് വാട്ടറിൽ ഇട്ടാൽ എന്താണ് സംഭവിക്കുക? അതാണ് ആദ്യം അവർ പറയുന്നത്. CH3COH. അത് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അക്വസ് സൊല്യൂഷൻ ആണ്. അക്വസ് CH3COO മൈനസ് പ്ലസ് H പ്ലസ്. CH3COO മൈനസ് പ്ലസ് H പ്ലസ്. ഇതിങ്ങനെയായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇതില് നിങ്ങൾക്കറിയാം ഇത് വീക്ക് ആസിഡ് ആണെന്ന് അറിയാം. ഇപ്പൊ ഇതൊരു 100 നമ്പർ ആണെന്ന് കരുതാം. ഈ 100 നമ്പറിൽ ഏകദേശം ഒരു 40 നമ്പേഴ്സ് ഇങ്ങനെയാവും, ബാക്കി ആൾക്കാർ ഇങ്ങനെ അനങ്ങൂല, അതുപോലെ ഡിസോസിയേറ്റ് ചെയ്യാതിരിക്കുന്നു. അതാണ് സിറ്റുവേഷൻ വന്നേക്കുന്നത്. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ എന്താ പറയാന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഓൾറെഡി ഞാൻ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ HCl എടുത്ത് ഇതിലേക്ക് ഇടും. HCl എന്തുണ്ട്? H പ്ലസ് ഇല്ലേ, അത് ഇത് കോമൺ ആയിട്ടുള്ളതല്ലേ. അപ്പൊ എന്ത് പറ്റും? ഈക്വിലിബ്രിയം എന്ത് പറ്റും? ഡിസ്റ്റർബ്ഡ് ആവും, ചേഞ്ച് ആവും. അതാണ് പറയുന്നത്. ഒന്ന് ഇനി സ്റ്റേറ്റ്മെന്റ് വായിക്കും. ഓൺ ആഡിങ് എന്തായിരുന്നു? ഓൺ ആഡിങ് മോർ ഓഫ് ആൻ അയണിക് സ്പീഷ്യസ്. ഓൾറെഡി അയോൺ ആയിട്ടുള്ള എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? ഷിഫ്റ്റ് ആവും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോമൺ അയോൺ എഫക്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, അതിൽ കോമൺ ആയിട്ടുള്ള വേറെ ഒരു എക്സ്ട്രാ അയോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വിലിബ്രിയം എന്താവും? ഷിഫ്റ്റ് ആകും. അതാണ് കോമൺ അയോൺ എഫക്ട് കേട്ടോ. ഓൾറെഡി അയണിക് സ്പീഷ്യസ് ആയിരിക്കണം, അത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവും കേട്ടോ. അതാണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് വേർഡിൽ എഴുതിയിട്ട് എക്സാമ്പിൾ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു. എക്സാമ്പിൾ കേട്ടോ. അപ്പൊ കോമൺ അയൺ എഫക്ട് എന്റെ താഴെ എക്സാമ്പിൾ അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അവിടെ എഴുതി വെച്ചു. അസറ്റിക് ആസിഡ് കേട്ടോ. അസറ്റിക് ആസിഡ് എത്തനോയിക് ആസിഡ് വിനെഗറിനെ വിളിക്കുന്നതാണ് കേട്ടോ. അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ഇൻ ഇക്വിലിബ്രിയം റെപ്രസെന്റ് ആസ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് എഴുതി വെക്കാം. ഇതുപോലെ ഒന്ന് എഴുതി വെക്കാം. റെപ്രസെന്റ് ആസ് അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ഇക്വിലിബ്രിയം റെപ്രസെന്റ് ആസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള എന്തൊക്കെ അയോണുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ H പ്ലസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അസറ്റേറ്റ് അയോൺ. ഇതിനെ എന്താ വിളിക്കുന്നത്? അസറ്റേറ്റ് അയോൺ. ഇവിടെ എന്ത് താഴെ എഴുതി വെച്ചേ? അസറ്റേറ്റ് അയോൺ. ഇത് ഹൈഡ്രജൻ അയോൺ. ഇത് അസറ്റേറ്റ് അയോൺ, ഇത് ഹൈഡ്രജൻ അയോൺ. ഇതെന്തായിരിക്കും? അസറ്റിക് ആസിഡ്. അത് പിന്നെ അറിയാവുന്നതല്ലേ അല്ലേ? ഓക്കെ, ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള അയോൺ ആരൊക്കെയാ? ഇത് അല്ലെങ്കിൽ ഇത്. അത് ആഡ് ചെയ്താൽ ഇക്വിലിബ്രിയത്തിൽ വ്യത്യാസം വരും. അതാണ് താഴെ എഴുതാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതിന്റെ താഴെ എഴുതി വെക്കാം. അഡിഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ to an acetic acid solution. Addition of acetate ion to an acetic acid solution. Addition of acetate ion to an acetic acid solution result in decreasing the concentration of H plus ion. കേട്ടോ, അത്ര എഴുതി വെക്കാം. അപ്പോ ഇവിടെ നമ്മൾ എന്ത് പറ്റും? എക്സ്ട്രാ ഇത് ആഡ് ചെയ്യും. എക്സ്ട്രാ ആഡ് ചെയ്താൽ H plus ion എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. H plus ion ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയത്തിന് എന്ത് പറ്റും? ഷിഫ്റ്റ് ചെയ്യും. ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? ഷിഫ്റ്റ് ആവും. അപ്പൊ കോമൺ അയൺ എഫക്ട് ഇടുമ്പോൾ അയണിക് സ്പീഷ്യസ് ഇട്ട് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിന് എന്ത് വ്യത്യാസം വരും? ഷിഫ്റ്റിംഗ് വരും. അതാണ് കോമൺ. അതിൽ വീണ്ടും H plus ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇക്വിലിബ്രിയം ബാക്ക്വേർഡിലേക്ക് ആവും. ഇക്വിലിബ്രിയം എന്താവും? ബാക്ക്വേർഡ്, റിവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് വരും, ബാക്ക്വേർഡിലേക്ക് കൺവേർട്ട് ചെയ്ത് വരും. അതാണ് ഈ പറയുന്ന ഏരിയയിൽ വരുന്നത്. കറണ്ടിന്റെ വേരിയേഷൻ ആണ് കേട്ടോ. ഓക്കെ, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. AC
കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്. അപ്പൊ കോമൺ അയൺ എഫക്ട് എന്താ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഓൾറെഡി പ്രസന്റ് ഇൻ ഇക്വിലിബ്രിയം, റിയാക്ഷന് പകരം ഇക്വിലിബ്രിയം എന്ന് പറയാം. ആഡ് ചെയ്താൽ എന്ത് പറ്റും, ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും കേട്ടോ. ഓക്കെ, അതാണ് ഓർത്ത് വെക്കേണ്ട വേർഡ്, മറക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട്. നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ആൻഡ് ദ pH ഓഫ് their solution. Hydrolysis of salt, hydrolysis of salt and the pH of their solution. Hydrolysis of salt and pH of their solution. Hydrolysis of salt and the pH of the solution. ഇത് നിങ്ങൾ 10th പഠിച്ചേക്കുന്നതാണ്. അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട്, ന്യൂട്രൽ സോൾട്ട്. ഏതൊക്കെയാ? അസിഡിക് സോൾട്ട് എങ്ങനെ ഉണ്ടാക്കാം? ബേസ്, അത്രേ ഉള്ളൂ. സ്ട്രോങ്ങർ ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ എന്ത് വരും? അസിഡിക് സോൾട്ട് വരും. ദെൻ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ദെൻ ബേസിക് സോൾട്ട് എന്തായിരിക്കും? സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് എഴുതുന്നത്. അപ്പോ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം, അസിഡിക് സോൾട്ട്. അസിഡിക് സോൾട്ട്, അസിഡിക് സോൾട്ട്. സോൾട്ട് ഓഫ് വീക്ക് ആസിഡ്, അസിഡിക് സോൾട്ട് അല്ലേ പറഞ്ഞേ? അപ്പൊ സോൾട്ട് ഓഫ് എന്തായിരിക്കും? സ്ട്രോങ് ആസിഡ്. സോറി, അസിഡിക് സോൾട്ട് ആണ്. അപ്പൊ എന്തായിരിക്കും? സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. Salt of strong acid and weak base. Salt of strong acid and weak base. Acidic salt ആണ്. Salt of strong acidic salt hyphen salt of strong acid and weak base. അപ്പോൾ strong acid HCl ആണ്. Weak base എന്തായിരിക്കും? NH4OH. അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ് ആണ്. അപ്പൊ എന്തായിരിക്കും ഫോം ചെയ്യുന്നത്? NH4Cl. ഇതാണ് സോൾട്ട് പ്ലസ് H2O കേട്ടോ. ഇതാണ് നമ്മുടെ എന്തായിരുന്നു കേട്ടോ അസിഡിക് സോൾട്ട് ആയിട്ട് വരുന്നത്. അസിഡിക് സോൾട്ട്. അപ്പോഴും എന്ത് കിട്ടും? സോൾട്ട് കിട്ടും. ന്യൂട്രൽ ആയിരിക്കും കേട്ടോ. രണ്ടും ഒരേപോലെ ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത എന്തായിരിക്കും? ബേസിക് സോൾട്ട്. ബേസിക് സോൾട്ട്, ബേസിക് സോൾട്ട് കേട്ടോ. അപ്പൊ അസിഡിക് സോൾട്ട് ഇതാണ് കേട്ടോ എക്സാമ്പിൾ. സോൾട്ട് ഇതാണ് കേട്ടോ. അമോണിയം ക്ലോറൈഡ് ആണ് സോൾട്ട് കേട്ടോ. ഇതാണ് സോൾട്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് ഉണ്ടാവില്ല. ഇത് നിങ്ങൾ തിങ്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതിന്ന് നിങ്ങൾ ഇതൊക്കെ തിങ്ക് ചെയ്തിട്ട് എടുത്തേക്കണം, അത്രേ ഉള്ളൂ. അടുത്ത് ബേസിക് സോൾട്ട്, സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ് കേട്ടോ. സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ് ടു ഫോം എ ബേസിക് സോൾട്ട്. അപ്പോ വീക്ക് ആസിഡ് CH3COH. ഇപ്പൊ നമ്മൾ കണ്ട അസറ്റിക് ആസിഡ് എടുക്കാം. ദെൻ സ്ട്രോങ് ബേസ് NaOH അല്ലെ, NaOH KOH ഒക്കെ സ്ട്രോങ് ബേസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ വരുമ്പോ CH3COONA പ്ലസ് H2O കേട്ടോ. ഇത് സോൾട്ട് ആണ്. എന്ത് സോൾട്ട് ഇത്? അപ്പൊ ഇത് തരുമ്പോ നിങ്ങൾക്ക് തിരിച്ചറിയണം കേട്ടോ. ഇതെന്തായിരിക്കും? ബേസിക് സോൾട്ട്. ഉണ്ടോ? സ്ട്രോങ് ബേസ് അല്ലേ, ബേസിക് സോൾട്ട് എന്ന് എഴുതണം കേട്ടോ. ഇവിടെയൊക്കെ ബേസിക് സോൾട്ട് എന്ന് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇത് അസിഡിക് സോൾട്ട്, ഇത് ബേസിക് സോൾട്ട് കേട്ടോ. ഇത് ബേസിക് സോൾട്ട്, ബേസിക്. ഇത് അസിഡിക്, അസിഡിക് സോൾട്ട്. ഇനി ന്യൂട്രൽ അല്ലെ, ന്യൂട്രൽ സോൾട്ട് എന്തായിരിക്കും? സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡ് HCl എടുക്കുക, സ്ട്രോങ് ആസിഡ് ആണ്. സ്ട്രോങ് ബേസ് ഇവിടെ തന്നെ ഉണ്ട്, NaOH അല്ലെ. അപ്പൊ അവര് തമ്മിൽ ജോയിൻ ചെയ്ത് എങ്ങനെ കിട്ടും നോക്കാം. സ്ട്രോങ് ആസിഡ്
ആൻഡ് സ്ട്രോങ് ബേസ് ടു ഫോം ന്യൂട്രൽ സോൾട്ട്. NaCl നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന സോൾട്ടുകളാണ് അല്ലെ. അപ്പൊ ന്യൂട്രൽ സോൾട്ട് കേട്ടോ, ന്യൂട്രൽ സോൾട്ട്. HCl plus NaOH is NaCl plus H2O, ന്യൂട്രൽ സോൾട്ട്. അല്ലെ, ഇവിടെ ഇനി നേരത്തെ അമൻ ചോദിച്ച പോലെ ഒന്ന് നോക്കിയേ. ഇത് വീക്ക് ആസിഡ്, ഇത് വീക്ക് ബേസ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് എന്തോരും CH3COO NH4 ഉണ്ടോ. ഓക്കെ, അത് അമോണിയം അസറ്റേറ്റ്. അതെന്തായിരിക്കും? ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് pH equal to 7 plus half of pKa minus pKb. കേട്ടോ, അതിന്റെ വാല്യൂ ഒക്കെ തരും, എന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരും എന്ന് എഴുതി. 7 plus half of pKa minus pKb. വാല്യൂ ഒക്കെ തന്ന് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഒരു ബോക്സ് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല കേട്ടോ, ഒന്ന് ബോക്സിലാക്കി വെച്ച്, ഇമ്പോർട്ടന്റ് ആണ്. 7 plus half of pKa minus pKb എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ബഫർ സൊല്യൂഷൻ. അടുത്ത ഹെഡിങ് കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബഫർ സൊല്യൂഷൻ. നെക്സ്റ്റ് ഹെഡിങ് ബഫർ സൊല്യൂഷൻ, BUFFER, ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ, BUFFER, ബഫർ സൊല്യൂഷൻ. അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് അവിടെ എഴുതി വെക്കുക. The solutions which resist change in pH on dilution or with the addition of small amount of acid or alkali. Are called buffer solution. A solution which resists change in pH on dilution or with the addition of small amount of acid or alkali are called buffer solution. അപ്പൊ ചില സൊല്യൂഷന് pH അതില് ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും pHനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോ ഇവിടെ ഒരു വലിയൊരു ബീക്കറിൽ വാട്ടർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ബീക്കറിൽ വാട്ടർ ഇരിക്കുകയാണ്. ഞാൻ pH പേപ്പറിൽ ചെക്ക് ചെയ്തു, 7 ആണ്, കറക്റ്റ് ആയിട്ട് 7 ആയിട്ടിരിക്കുന്നു. കറക്റ്റ് 7 ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അയാള് ഞാൻ അറിയാതെ ഒരു ഡ്രോപ്പ് HCl കൊണ്ടുവന്ന് അതിലിട്ടു. ഒരു ഡ്രോപ്പ് HCl. അയാൾക്ക് ഭയങ്കര സന്തോഷമായി, pH ഒക്കെ ഇനി മാറിയിട്ടുണ്ടാവുന്ന കേട്ടോ. ഓക്കെ, കാരണം 7 ആയിട്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കൊരു ഡൗട്ടൊക്കെ തോന്നിയിട്ട് അതിൽ ചെക്ക് ചെയ്തു, അപ്പോഴും 7 തന്നെ. വൈ? എന്താണ്? അതാണ് ചോദിക്കുന്നത്. ഒരു ഡ്രോപ്പ് അല്ലെ, ഒരു ഡ്രോപ്പ് ആണ് അല്ലെ, ഒരു ഡ്രോപ്പ് ഇടുമ്പോൾ എന്ത് പറ്റും? ബഫറായി അല്ലെ. അത് റെസിസ്റ്റ് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ എല്ലാത്തിനും അങ്ങനെയില്ല. അപ്പോൾ കൂടുതൽ ടെൻഡൻസി ഉള്ളത് ഗുഡ് ബഫർ ആണെന്ന് പറയും. ബ്ലഡ് ആണ് ഗുഡ് ബഫർ ആയിട്ട് ഒരെണ്ണം പറയുന്നത്, ബ്ലഡ്. കാരണം എന്താ? ആക്ച്വലി ഇന്ന് പോയിട്ട് അല്ലെ നല്ല ഓറഞ്ച് ജ്യൂസ് കുടിക്കാന്ന് കരുതി. ഓറഞ്ച് ജ്യൂസ് എന്താണ്? സിട്രിക് ആസിഡ് ആണ് അല്ലെ. സിട്രിക് ആസിഡ് ഉണ്ട്. അത് ഒരു 2 ഗ്ലാസസ് കഴിച്ചു. തന്റെ pH ഒക്കെ മാറുമോ? ബ്ലഡില് ഇല്ല അല്ലെ. എന്ത് ചെയ്യും? ആ ബോഡിയിലെ ബ്ലഡ് അതിനെ എന്ത് ചെയ്യും അല്ലെ, റെഗുലേറ്റ് ചെയ്ത് റെസിസ്റ്റ് ചെയ്ത് കറക്റ്റ് pH ഒക്കെ ആയി നിർത്തും. pH അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ബ്ലഡിലെ എല്ലാ സെൽസിനെയും അത് അഫക്ട് ചെയ്യും അല്ലെ. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ പ്രശ്നമാണ് ആക്ച്വലി. അപ്പോ എന്ത് ചെയ്യും? ആ ബ്ലഡ് ഒരു ബെസ്റ്റ് ബഫറാണ്. നമ്മുടെ ബയോകെമിക്കൽ ആയിട്ട് വരുന്ന യൂറിൻ ഒരു ബഫറാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ആദ്യത്തേതിൽ വരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനത്തെ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. കെമിസ്ട്രിയിൽ എക്സ്പെരിമെന്റ് ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ആസിഡ് ബഫറിന് എക്സാമ്പിൾ പഠിക്കാനുണ്ട്, ബേസിനും എക്സാമ്പിൾ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ താഴെ എഴുതി വെക്കാം. അപ്പൊ ബഫർ എന്ന് പറഞ്ഞാൽ ഒറ്റ വടി പറഞ്ഞേ, സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഓഫ് pH അല്ലെ, റെസിസ്റ്റ് ദ ചേഞ്ച് ഓഫ് pH ഓൺ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ മനസ്സിലുണ്ടാവുക. അതിന് എക്സാമ്പിൾ എഴുതി വെക്കട്ടോ. എക്സാമ്പിൾ ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ് ഓർ യൂറിൻ കേട്ടോ. എക്സാമ്പിൾ കേട്ടോ, ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ് ഓർ യൂറിൻ. കോമൺ എക്സാമ്പിൾ പറയാണ്, ബ്ലഡ് ഓർ യൂറിൻ. ബ്ലഡ് ഓർ യൂറിൻ. ദെൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ അസിഡിക് ബഫർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കാനായിട്ട് പറയും. അത് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ആയിട്ട് ആസിഡ് ബഫർ. ആസിഡ് പി എച്ച് എത്രയായിരിക്കും അറിയാലോ, പി എച്ച് ലെസ് ദാൻ 7 ആയിരിക്കും. അപ്പോ ഒരു പെർട്ടിക്കുലർ പി എച്ച് ആണ്, അത് എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടാണ് അത് പറയുന്നത്. ആസിഡ് ബഫർ ആണ് പറയുന്നത്. എഴുതി ആസിഡ് ബഫർ അണ്ടർലൈൻ ചെയ്യാം. A mixture of acetic acid, a mixture of acetic acid, a mixture of acetic acid and sodium acetate, a mixture of acetic acid and sodium acetate, a mixture of acetic acid and sodium acetate act as buffer solution. A mixture of acetic acid and sodium acetate act as buffer solution around pH 4.75, around pH 4.75. അപ്പൊ അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റും അത് തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പി എച്ച് 4.75 ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇതിലൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്താലും പെട്ടെന്ന് മാറില്ല. നല്ലൊരു ആസിഡ് ബഫർ ആണ് കേട്ടോ. ഓക്കെ, അടുത്താണ് ബേസിക് ബഫർ കേട്ടോ. എക്സാമ്പിളിലാണ് കേട്ടോ ബേസിക് ബഫർ സൊല്യൂഷൻ. അണ്ടർലൈൻ ചെയ്യാം. ബേസിക് ബഫർ സൊല്യൂഷൻ അണ്ടർലൈൻ ചെയ്യാം. അവിടെ എഴുതി വെക്കാം. എ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ്, NH4Cl ആണ് അമോണിയം ക്ലോറൈഡ്. എ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് and ammonium hydroxide. A mixture of ammonium chloride and ammonium hydroxide act as a buffer solution. pH around 9.25. Mixture of ammonium chloride and ammonium hydroxide act as a buffer solution. Bracket pH around 9.25. 9 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, അത് ബേസ് ആണെന്ന് അറിയാം. 9.25 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. 9.25. then ഇതിന്റെ ഇക്വേഷൻസ് ഉണ്ട്. ആസിഡ് ബഫറിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ആസിഡ് ബഫറിന്റെ ഇക്വേഷൻ ആണ് അതിന്റെ താഴെ ആസിഡ് ബഫർ ഇക്വേഷൻ. ആസിഡ് ബഫർ ഉണ്ട്, ബേസ് ബഫറിന്റെയും ഇക്വേഷൻ സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ എഴുതി വെക്കുക ഇക്വേഷൻ ഓഫ് ആസിഡ് ബഫർ. രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് വരുന്നത്.
പി എച്ച് കേട്ടോ. ഈ പി എച്ച് എന്ന് പറയുന്ന ആസിഡ് ബഫറിനാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പി കെ എ. പി കെ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർമ്മയുണ്ടോ? പി എച്ച് ഓഫ് കെ എ അല്ലെ, കെ എ എന്ന് പറയുന്നതാണ്. അത് നമുക്കറിയാം, രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 ഒക്കെയാണ് വരുന്നത് എന്നൊക്കെ കണ്ടതാണ്. അപ്പൊ അതിലെ വാല്യൂ അവർ തരും പി കെ പ്ലസ് ലോഗ് ഇവിടെ കോൺജുഗേറ്റഡ് ആയിട്ട് വരുന്നത്. കോൺജുഗേറ്റഡ് ആസിഡും കോൺജുഗേറ്റഡ് ബേസും എവിടെയാ പഠിച്ചേ? ബ്രൗൺസ്റ്റഡ് അല്ലെ, ബ്രൗൺസ്റ്റഡ് ഇതിൽ വരുന്നത്. അപ്പൊ കോൺജുഗേറ്റഡ് ആസിഡും ബേസും തരികയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇവിടെ കോൺജുഗേറ്റഡ് ബേസ് ഡിവൈഡഡ് ബൈ കോൺജുഗേറ്റഡ് ആസിഡ് കേട്ടോ. അപ്പോ കോൺജുഗേറ്റഡ് ബേസ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? കോൺജുഗേറ്റഡ് ആസിഡ്. വേഗം എടുത്ത് എഴുതുക കേട്ടോ. ആദ്യത്തെ ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ആദ്യ ഇക്വേഷൻ എടുത്ത് എഴുതുക കേട്ടോ, എന്നിട്ട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ തരുന്നത് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ആയിരിക്കും തരുന്നത്. സോൾട്ട് ഡിവൈഡഡ് ബൈ ആസിഡിന്റെ സ്ട്രെങ്ത് തരും. അപ്പോ സോൾട്ട് ഡിവൈഡഡ് ബൈ ആസിഡ്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്ന പോലെ ആയിരിക്കും. എന്തിനാ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്? മോളാർ കോൺസെൻട്രേഷൻ കേട്ടോ. അപ്പൊ അത് കോൺസെൻട്രേഷൻ ആയിട്ടാണ് തരാം. അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ആസിഡിന്റെ ബഫറിന്റെ ക്വസ്റ്റ്യൻസില് ഇതിന്റെ വാല്യൂ തന്ന ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലോഗ് നിങ്ങൾക്ക് അറിയാലോ, എക്സാമിന് തരും കേട്ടോ. ഓക്കെ, ലോഗ് തരും. ഇത് മുഴുവനും എന്തിനെ കുറിച്ചായിരുന്നു? കോൺജുഗേറ്റഡ് ഇത് ആസിഡ് ബഫറിന്റെ ആണ് അല്ലെ. അടുത്ത ഹെഡിങ് എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ബേസിക് ബഫർ. ഇക്വേഷൻ ഓഫ് ബേസിക് ബഫർ. ഇക്വേഷൻ ഓഫ് ബേസിക് ബഫർ. ബേസിക് ബഫറിൽ അവർ കൊണ്ടുവരുന്നത് പി എച്ചിന് പകരം പി ഒ എച്ച്. ഒ എച്ച് എന്ന് പറയാൻ കാരണം എന്താ അല്ലെ? ഇത് ഈ പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ. ഇതപ്പോ എന്തായിരിക്കും? പൊട്ടൻസ് ഓഫ് ഹൈഡ്രോക്സൈഡ് കേട്ടോ. ഓക്കെ, പി ഒ എച്ച്. അപ്പൊ പി ഒ എച്ചിന്റെ പൊട്ടൻഷ്യൽ നോക്കുന്ന സമയത്ത് അവര് പി കെ എന്ത് കൊണ്ടുവരും? ബി പ്ലസ് ലോഗ്. ഇവിടെ നിങ്ങൾക്കറിയാം ഇത് കോൺജുഗേറ്റഡ് ബേസ് ബൈ കോൺജുഗേറ്റഡ് ആസിഡ് എടുത്തു. എന്തെടുത്തപ്പോ? ആസിഡ് എടുത്തപ്പോ. ബേസ് എടുക്കുമ്പോ നേരെ തിരിച്ചെന്ത് എടുക്കണം? ലോഗ് കോൺജുഗേറ്റഡ് ആസിഡ് ഡിവൈഡഡ് ബൈ കോൺജുഗേറ്റഡ് ബേസ്. വേഗം എടുത്തത് കേട്ടോ. ഇനി ഇത് ഇവർ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം പി എച്ചും പി ഒ എച്ചും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വാല്യൂ 14 ആണ്. അതുപോലെ പി കെ ബിയും പി കെ എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാലോ. പി കെ ബിക്ക് പകരം പി കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? പി കെ ഡബ്ല്യു മൈനസ് പി കെ പി കൊടുത്താൽ എന്ത് കിട്ടും? ഉണ്ടോ? ഓക്കെ, പി കെ കിട്ടും. അങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അത് വേണ്ട, ഇത്രയും വരെ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ 3-4 ഇക്വേഷൻസുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് വേണ്ട കേട്ടോ. ഇപ്പൊ ഇത്രയും വരെ മതി. നെക്സ്റ്റ് ഹെഡിങ് എഴുതി കേട്ടോ.
നെക്സ്റ്റ് ഹെഡിങ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ഹെഡിങ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. അടുത്ത ഹെഡിങ് ആണ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മളിപ്പോ ഈ സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് എന്ന് എഴുതുന്നതിന് മുമ്പ് അതിന് മുമ്പ് ഒരു ചെറിയൊരു ഹെഡിങ് ഉണ്ട്, സോലുബിലിറ്റി ഇക്വിലിബ്രിയം. എന്തായിരിക്കും സോലുബിലിറ്റി ഇക്വിലിബ്രിയം? അത് നമ്മൾ ചോദിക്കൊന്നുമില്ല, എന്നാലും അറിഞ്ഞു നോക്കണം. എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തേതിൽ, ഒരു വെള്ളം എടുത്തു, ആ വാട്ടറിലേക്ക് എന്തെങ്കിലും ഒരു, നേരത്തെ എഴുതി കഴിഞ്ഞാണ്, സോൾട്ട് ഇട്ടാൽ അത് ഡിസോൾവ് ആകും അല്ലെ? വെള്ളത്തിലേക്ക് സോൾട്ട് ഇട്ടാൽ എന്ത് പറ്റും? അത് ഡിസോൾവ് ആകില്ലേ? ഡിസോൾവ് ആയ സോൾട്ടിന് ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ? കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് അത് എന്താവും? സോളിഡ് ആവാനായിട്ടുള്ള. ആ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? ഡിസൊല്യൂഷൻ. ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എന്താ? ഡിസൊല്യൂഷൻ. നല്ല ചൂട് വെള്ളം എടുത്തിട്ട്, ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരികയാണ്, ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഷുഗർ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതാം. അപ്പൊ ഡിസോൾവ് ചെയ്യും, നല്ലോണം ഡിസോൾവ് ആയി എന്ന് കരുതാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് തണുക്കാൻ എടുത്ത് വെച്ചെന്ന് കരുതാം. എന്ത് പറ്റും? നന്നായിട്ട് ഇങ്ങനെ താഴെ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ വീണ്ടും സോളിഡ് ആയിട്ട് വരും. അതിനെ വിളിക്കുന്ന പേര് റീക്രിസ്റ്റലൈസേഷൻ. അതിനെ വിളിക്കുന്ന പേരെന്താ? റീക്രിസ്റ്റലൈസേഷൻ. അപ്പോ ഡിസോൾവ് ചെയ്യുന്നത് തിരിച്ച് ക്രിസ്റ്റൽ ആവുന്ന പ്രോസസ് ആണ് റീക്രിസ്റ്റലൈസേഷൻ. അപ്പൊ അവിടെ ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും? ഒരെണ്ണം സോലുബിൾ ആകും, ഡിസൊല്യൂഷൻ. ഇപ്പുറത്ത് എന്താവും? റീക്രിസ്റ്റലൈസേഷൻ. അപ്പോ ഇത് രണ്ടും ഇക്വിലിബ്രിയത്തിൽ വരുന്നതാണ് അവിടെ എന്ത് വിളിക്കുന്നത്? ഇപ്പൊ വിളിച്ച സോലുബിലിറ്റി ഇൻ ഇക്വിലിബ്രിയം. സോലുബിലിറ്റി ഇൻ ഇക്വിലിബ്രിയം. അവിടെ ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാനാണ് ഇപ്പൊ പോകുന്നത്. അത് വലിയൊരു ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിലേക്കാണ് പോകുന്നത്. അവിടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. സോലുബിലിറ്റിയുടെ പോയിന്റ് ആണ് ആദ്യം എഴുതുന്നത്. എഴുതി വെക്കുക. The solubility depend on the solubility, first point കേട്ടോ. The solubility depends on a number of factors. The solubility depends on a number of factors. Number of factors important. Number of factors important, which are the lattice enthalpy of the salt, which are the lattice enthalpy of the salt, lattice enthalpy, LATTICE, lattice enthalpy of the salt, comma, solvation enthalpy of the ion, solvation enthalpy of ion, solvation enthalpy of ion, etc. അപ്പൊ രണ്ട് വേർഡ്, ലാറ്റിസ് എൻതാൽപ്പിയും സോൾവേഷൻ എൻതാൽപ്പിയും കേട്ടോ. ഓക്കെ, ലാറ്റിസ് എൻതാൽപ്പിയും സോൾവേഷൻ എൻതാൽപ്പിയും ആണ് രണ്ട് എക്സാമ്പിൾ ആയിട്ട് വരുന്ന പോയിന്റ് ആയിട്ട് അവിടെ കൊടുത്തു വെച്ചേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വലിയൊരു എക്സാമ്പിളിൽ നിന്ന് നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്യാൻ പോവാണ് ഈ ഇക്വേഷന് കേട്ടോ. എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. എക്സാമ്പിൾ, എക്സാമ്പിൾ സോളിഡ് ബേരിയം സൾഫേറ്റ്, സോളിഡ് ബേരിയം സൾഫേറ്റ്, solid barium sulfate in saturated aqueous solution, in saturated aqueous solution, in saturated aqueous solution. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റൻ ഇപ്പൊ തന്നെ നമ്മൾ ചെയ്യും. BaSO4 ബേരിയം സൾഫേറ്റ് ആണ്. BaSO4 ഇത് അക്വസ് സൊല്യൂഷൻ ആണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന ഇക്വിലിബ്രിയത്തിലേക്ക് വരാം. ഇതിപ്പോ സോളിഡ് ആണ്, സോറി ഇത് സോളിഡ് ആണ്. ഇത്
വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലെ H2 ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് H2O. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും അതാണ് നോക്കുന്നത്. Ba അല്ലെ ബേരിയം 2+, Ba2+ വരും. ഇവിടെയാണ് അത് അക്വസ്. വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴാണ് അത് ഇങ്ങനെ വരുന്നത്. SO4 2-, ഇതും അക്വസ്. അപ്പോ ഒരു സോളിഡ് എടുത്ത് വാട്ടറിലേക്ക് ഇട്ടു. അങ്ങനെ ഇടുന്ന സമയത്ത് അവിടെ Ba2+ഉം SO4 2- അയോൺ ആയിട്ട് മാറും. ഓക്കെ, ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എഴുതിയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞേ. Kc = Ba 2+ ഇൻറ്റു എന്ത് വരും SO4 2- അല്ലെ. ഇതിന്റെ ഫ്രണ്ടിൽ വാല്യൂ ഒന്നുമില്ല, അല്ലെങ്കിൽ മുകളിൽ സ്ക്വയർ ഒക്കെ വന്നാൽ അല്ലെ. y എന്തായിരിക്കും BSO4. നിങ്ങൾക്കറിയാം BSO4 സോളിഡ് ആണ്. സോളിഡ് ആണെങ്കിൽ എത്രയായിരിക്കും വാല്യൂ 1. അങ്ങനെ സോളിഡ് ആകുമ്പോൾ ഇത് 1 ആവും. അപ്പോ ഇവര് Kc വിളിക്കുന്ന പേര് KSP ആണ്. ഇതാണ് സോലുബിലിറ്റി പ്രോഡക്റ്റ്. KSP എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും സോലുബിലിറ്റി പ്രോഡക്റ്റ്. KW എന്ന് നമ്മൾ എഴുതിയില്ലേ, ഇക്വിലിബ്രിയം ഇൻ വാട്ടർ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് KW. KW നെ നമ്മൾ എന്താ വിളിച്ചേ അയണിക് KW, അയണിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ, അതാണ് KW അല്ലെ. പുറത്തു നോക്കാം. അതുപോലെ ഇതിനെന്താ വിളിക്കാൻ സോലുബിലിറ്റി പ്രോഡക്റ്റ് ഉണ്ടോ. അപ്പൊ Kc തന്നെയാണ്. അത് എവിടെയാണ് ഒരു സോളിഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് KSP, സോലുബിലിറ്റി പ്രോഡക്റ്റ്. സോലുബിലിറ്റി പ്രോഡക്റ്റ് KSP എന്ന് പറയുമ്പോൾ ഇത് 1 ആയി പോകില്ലേ. ഇത് BSO4 1 ആണ്. ലോകത്തിലുള്ള സോളിഡുകളെല്ലാം 1 ആണ്. പ്യുവർ വാട്ടർ 1 കേട്ടോ, നമ്മൾ എഴുതിയതാണ് അല്ലെ. പ്യുവർ വാട്ടർ 1 ആണ്. അതുപോലെ പ്യുവർ ലിക്വിഡും 1 ആണ്. പ്യുവർ ആയിട്ട് വരുന്ന സോളിഡുകളെല്ലാം 1 ആണ്. അങ്ങനെ വരുന്നാൽ ഇതെന്തായിരിക്കും ആൻസർ Ba2+. ഇൻറ്റു എന്തായിരിക്കും വരുന്നത് SO4 2- കേട്ടോ. വേഗം ഇത്രയും വരെ എടുത്തെഴുതും. ഇവിടെ വരെ കറക്റ്റ് ഓർഡറിൽ എഴുതുക കേട്ടോ. ഇപ്പൊ KSP എന്ന് പറഞ്ഞ സോലുബിലിറ്റി പ്രോഡക്റ്റ് ആണ്. KSP സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് എഴുതണം കേട്ടോ. ഇവിടെ സോലുബിലിറ്റി പ്രോഡക്റ്റ് KSP = KSP എന്ന് പറഞ്ഞ ആ വേർഡ് കിട്ടണം. KSP സോലുബിലിറ്റി പ്രോഡക്റ്റ്. ഹെഡിങ് അതാണ്, പുറത്തേക്കുള്ള റിലേഷൻഷിപ്പ് ആണ്. KSP സോലുബിലിറ്റി പ്രോഡക്റ്റ് എഴുതിയോ? ഇനി ഇവിടെ ഒരു പുതിയ ആള് വരെയാണ് സോലുബിലിറ്റി. ഇതിന്റെ താഴെ എഴുതി നോക്കുക സോലുബിലിറ്റി. ഇതിന്റെ താഴെ ഇത് കഴിഞ്ഞിട്ട് സോലുബിലിറ്റി. ഇത് കഴിഞ്ഞിട്ട് എഴുതി നോക്കുക സോലുബിലിറ്റി S. സോലുബിലിറ്റി = S. സോലുബിലിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തായിട്ടാണ് S. സോലുബിലിറ്റി -S. ഇവിടെ ഓർത്ത് നോക്കുക ബേരിയം എത്ര മോളിക്യൂളാണ് ഇവിടെ നിന്ന് ഉണ്ടായത്. ഇതിൽ നിന്ന് എത്ര ബേരിയം ഉണ്ടായി? ഒരെണ്ണമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോ അതെ ഇങ്ങനെ എഴുതണം. Ba2+ സോലുബിലിറ്റി എത്രയായിരിക്കും? Ba2+ സോലുബിലിറ്റി ഒരു S. ഇത് BSO4 ഇന്ന് ഇത് 2 ഉണ്ടായി കഴിഞ്ഞാൽ 2S എന്ന് കൊടുക്കണം. 3 ഉണ്ടായാൽ എന്ത് കൊടുക്കണം? 3S. അപ്പൊ ഒരു BA ആണ് ഇതിൽ നിന്ന് റിലീസ് ചെയ്തതാണ് സോലുബിലിറ്റി S ആണ്. ഇനി SO4 എത്ര ഉണ്ടായി? ഇതുപോലെ SO4 2- ഒരെണ്ണമല്ലേ ഉണ്ടായുള്ളൂ കേട്ടോ. ടോട്ടൽ SO4 ഒരു SO4 അല്ലേ വന്നുള്ളൂ. അങ്ങനെ വന്ന സോലുബിലിറ്റി എത്ര ആയിരിക്കും? ഒരു S കേട്ടോ. ഓക്കെ, ഇനി ഇത് ഈ ക്വസ്റ്റനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് പറ്റും? KSP = എന്ത് വരും? S × S. ഡൗട്ട് ഉണ്ടോ? S × S എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S². KSP = S². ബ്രാക്കറ്റിൽ എഴുതി നോക്കുക റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോലുബിലിറ്റി പ്രോഡക്റ്റ് ആൻഡ് സോലുബിലിറ്റി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോലുബിലിറ്റി പ്രോഡക്റ്റ് ആൻഡ് KSP എന്ന് പറഞ്ഞ സോലുബിലിറ്റി പ്രോഡക്റ്റ്. S എന്ന് പറഞ്ഞാൽ എന്താ? സോലുബിലിറ്റി. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ solubility product and solubility in this equation. ഒരു ഇക്വേഷൻ മാറും in this reaction.
അല്ലെങ്കിൽ ഇൻ ദിസ് ഇക്വിലിബ്രിയം എന്ന് എഴുതിക്കോ. ഇൻ ദിസ് ഇക്വിലിബ്രിയം. അപ്പൊ എങ്ങനെ കൊണ്ടുവന്നെന്ന് മനസ്സിലായോ? ഇത് ഒരെണ്ണമാണ് അല്ലെ, കണ്ടോ ഒരെണ്ണം. അപ്പോ ഒരു എസ് കൊടുത്തു. ഇതും SO4 ഒരെണ്ണമാണ്, അതുകൊണ്ട് ഒരു എസ് കൊടുത്തു. കണ്ടോ? ഓക്കെ, ആ രീതിയിലാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ക്ലിയർ അല്ലേ? അർജുൻ, അമൽ, കേട്ടോ? ഓക്കെ, അടുത്ത ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റൻ ആണ്. അത് ഇത്തിരി എന്താണ് വെറൈറ്റി ആണ്. ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഇത് മനസ്സിലായാലും അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഒരു ക്വസ്റ്റൻ എഴുതിക്കോ, എന്റെ താഴെ ക്വസ്റ്റൻ എഴുതുക കേട്ടോ. കാൽക്കുലേറ്റ് the solubility എന്ന് പറഞ്ഞ എസ് ആണ്. കാൽക്കുലേറ്റ് ക്വസ്റ്റൻ എഴുതണം കേട്ടോ എല്ലാവരും. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. പ്രോബ്ലം 7.26 ആണ് കേട്ടോ. കാൽക്കുലേറ്റ് the solubility of A2x3 ഞാൻ എഴുതാം കേട്ടോ. ഓക്കെ, solubility of A2x3 ഒരു സോൾട്ട് ആണ് കേട്ടോ. ഓക്കെ, A2x3 PSO4 NaCl ഒക്കെ പറയുന്ന പോലെ ഒരു കേട്ടോ ഇമാജിനറി സോൾട്ട് ഇട്ടേക്കാണ്. A2x3 calculate the solubility of A2x3 in pure water comma assuming that neither kind of ion reacts with water. Assuming that neither kind of ion reacts with water. First stop. The solubility product of A2x3 1.1 into 10 raised to minus 23. വാല്യൂ തന്നിട്ടുണ്ട്. 1.1 into 10 raised to minus 23. ഇതാണ് തന്നേക്കുന്നത്. അപ്പോ ഇതിന് A2x3 എന്ന് പറയുന്ന ഒരു മോളിക്യൂള് അത് വെള്ളത്തിൽ ഇട്ടു, അത് വാട്ടറിൽ ഇട്ടുന്ന സമയത്ത് വാട്ടറിലുള്ള വേറെ അയോണുകളൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. നമുക്കറിയാലോ, നമ്മൾ കുടിക്കുന്ന വാട്ടർ എന്താ, മിനറൽ വാട്ടർ ആണ്. അതൊന്നും കൺസിഡർ ചെയ്യണ്ട. അതിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് സോലിബിലിറ്റി പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ കണ്ടെത്തണം? എസ് കണ്ടെത്തണം കേട്ടോ. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചിരുന്നു, ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. ഇത് വെള്ളത്തിലിട്ടാൽ എന്ത് വരും? A2x3 വാട്ടറിൽ ഇട്ടാൽ എന്ത് പറ്റും? ഇത് സോളിഡ് ആയിരുന്നു, ഇത് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ഒന്ന് പറഞ്ഞേ. NaCl വാട്ടറിലിട്ട Na+ and Cl- അല്ലേ? അങ്ങനെയല്ലേ? എന്ത് വരും? A2 അല്ലെ? A2 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ പണ്ട് പഠിച്ചേക്കുന്ന ഒരു കഥ പറയാം. ഇത് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ അറിയാം. Al2O3 എന്ന് പറഞ്ഞാൽ എത്ര അലൂമിനിയം ഉണ്ട് ഇതിനകത്ത്? അല്ലെ, 2 അലൂമിനിയം. എത്ര ഓക്സിജൻ ഉണ്ട്? 3 എണ്ണം. പണ്ട് നമുക്ക് ഇതിന്റെ വാലൻസി പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ? അലൂമിനിയം എന്തായിരുന്നു ആക്ച്വലി? 3. അത് തന്നെ, ഓർമ്മയുണ്ടോ? ഇങ്ങനെ ക്രോസ് ചെയ്യിപ്പിക്കുന്ന പരിപാടി അല്ലേ? ഓക്കെ, അപ്പോ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അതിന്റെ ചാർജ് ഉണ്ടാവും, അതുപോലെ അയോണും ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ എത്ര അലൂമിനിയം ഉണ്ടായി? 2 അലൂമിനിയം. എത്ര ഓക്സിജൻ ഉണ്ടായി? 3 ഓക്സിജൻ. 3O ഉണ്ടോ? ഇനി ചാർജ് എഴുതുമ്പോ അപ്പൊ ഞാൻ എഴുതിയതുണ്ടോ? ഈ അലൂമിനിയത്തിന്റെ ഇത് നേരെ 2 ഇവിടെ എഴുതി, ഈ 3 ഇതിന്റെ ഫ്രണ്ടിൽ എഴുതി. 3 ഓക്സിജൻ. ശരിയല്ലേ? ചാർജ് എത്രയായിരിക്കും? അലൂമിനിയത്തിന്റെ ചാർജ് എത്രയാണെന്നാ പഠിപ്പിച്ചേക്കുന്നത് പണ്ട്? +3 അല്ലേ അലൂമിനിയം? അല്ലേ? +3 അലൂമിനിയം +3 ആണ്. ഓക്സിജൻ -2. പണ്ട് പഠിച്ചിട്ടില്ലേ? -2 ചാർജ്. അപ്പൊ ചാർജ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഫ്രണ്ടിലുള്ള കാര്യമാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതുമ്പോ എത്ര A ഉണ്ടായിരുന്നു ഇവിടെ? 2A. കണ്ടോ? ഇതിങ്ങനെ എഴുതണം. 2A പ്ലസ് എന്തായിരുന്നു? എത്ര x ഉണ്ട്? 3x. ശ്രദ്ധിക്കുക,
ഇത്ര എഴുതിയാൽ മാത്രം നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും, അല്ലെങ്കിൽ ഈ ആൻസർ എന്താണ് റൈറ്റ് ആയിട്ട് വരും. ഇനി ചാർജും കൂടി എഴുതി കഴിഞ്ഞാൽ ബെസ്റ്റ് ആണ്, അതും കൂടി എഴുതണം കേട്ടോ. അത് തെറ്റിയാലും വലിയ ഇഷ്യൂ ഒന്നുമില്ല. ചാർജ് എഴുതുമ്പോ ഇത് കണ്ടോ, എ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുടെ ചാർജ് എഴുതാം. അപ്പൊ എന്തായിരിക്കും ചാർജ്? +3 കണ്ടോ. ഓക്കെ, ഇത് ഇവിടെ +3 കണ്ടോ. ഓക്സിജൻ എന്ത് ആരുടെ ചാർജ് എഴുതണം? എക്സിന് 2 കണ്ടോ. ഓക്കെ, അപ്പൊ ഇത് -2 കണ്ടോ, ഇതുപോലെ ഇരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ ചാർജ് വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഈ ഫ്രണ്ടിലുള്ള കാര്യം എഴുതണം കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ KC ഒന്ന് പറഞ്ഞേ. KSP പറഞ്ഞേ. KSP = ആണോ? അങ്ങനെയാണോ? A raised to raised to 2 ശരിയല്ലേ? Then x raised to അല്ലെ, ഇത് -2 ഉണ്ട് 3. ഈ ചാർജിന് വലിയ കാര്യമൊന്നുമില്ല. x raised to 3 A raised to 2 അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഓക്കെ, A raised to 2 x raised to 3 ഇത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, കാരണം അത് 1 ആയിട്ടായിരിക്കും. അപ്പൊ KSP ഓൾറെഡി കിട്ടി അല്ലെ. ഇനി എന്തായിരിക്കും അടുത്ത ഹെഡിങ്? സോലുബിലിറ്റി. സോലുബിലിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തായിരുന്നു? S എന്നാണ് അല്ലെ. ഓക്കെ, അപ്പൊ സോലുബിലിറ്റി അല്ലെ, സോലുബിലിറ്റി എങ്ങനെയാ വരിക? സോലുബിലിറ്റി S വെച്ച് കൊടുക്കുമ്പോ എന്താ വരും? ഇവിടെ സോലുബിലിറ്റി ഹെഡിങ് കൊടുക്കുക. ഇവിടെ എത്ര A ആണ് റിലീസ് ചെയ്യുന്നത്? അപ്പൊ സോലുബിലിറ്റി ഓഫ് A എന്തായിരിക്കും വരിക? സോലുബിലിറ്റി ഓഫ് A എന്തായിരിക്കും വരിക? ഓഫ് A എത്ര വരും? എത്ര S വരും? 2S. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സോലുബിലിറ്റി ഓഫ് X എത്ര വരും? 3S. ഇത്തരം വരെ എടുത്തെഴുതുക കേട്ടോ. എല്ലാവരും എടുത്തെഴുതി ഇത്തരം വരെ. ഇവിടം വരെ കറക്റ്റ് ഓർഡറിലാക്കുക കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എത്ര കിട്ടും ആൻസർ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. KSP = എങ്ങനെ വരും? KSP = 2S. എയുടെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 2S raised to 2. എയുടെ പൊസിഷനിൽ അല്ലേ 2s കൊടുക്കണം. എക്സിന്റെ പൊസിഷനിൽ 3S ആണ്. അപ്പൊ എന്ത് വരും? 3S raised to 3. കിട്ടിയ ഓർക്കെങ്കിലും ആൻസർ? കിട്ടിയോ? വാല്യൂ കിട്ടിയോ ലാസ്റ്റ് വരെ? 2ന്റെ സ്ക്വയർ 4. 4S raised to 2 വരും. 3യുടെ ക്യൂബ് എത്ര വരും? 27. 100 അല്ലേ. അപ്പോ നമുക്ക് ഒന്നും കൂടി മിക്കവാറും കിട്ടി. ഗുഡ്. അപ്പോ 2ന്റെ സ്ക്വയർ 4S raised to 2 into 27S raised to 3. അടുത്ത സ്റ്റെപ്പില് KSP = 4 into 27 108S raised to 5. ഇത്രയും വരെ എല്ലാവർക്കും കിട്ടിയോ? KSP = 108S raised to 5. ക്ലിയർ ആണോ? ദെൻ KSPയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. KSP എത്രയാണ് വന്നേക്കുന്നത്? 1.1 into 10 raised to -23. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നിട്ട് ആൻസർ കണ്ടെത്തിക്കോ. എന്തായിരിക്കും? 1.1 into 10 raised to -23 equal to 108S raised to 5. 101 into 10 raised to -23 equal to 108S raised to 5.
അപ്പൊ അതിനൊന്നും ഈ എളുപ്പത്തിൽ കട്ട് ചെയ്യാനുള്ള രീതിയിലൊന്നും ആക്കിയേ, എന്നിട്ട് അപ്രോക്സിമേഷൻ ചെയ്ത ആൻസർ കണ്ടെത്തിയേ കേട്ടോ. അതിന്റെ അതെ ഇതിന്റെ കണ്ടിന്യൂഷൻ മോളിൽ ഇവിടെ എഴുതാം കേട്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര കൺജസ്റ്റഡ് ആവും. അടുത്ത സ്റ്റെപ്പില് s⁵5 ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1.1 ഇൻറ്റു 10⁻⁻23 ഡിവൈഡഡ് ബൈ 108 ഇങ്ങനെ എഴുതിക്കൂടെ? നെക്സ്റ്റ് സ്റ്റെപ്പില് ഞാൻ ചെയ്യുന്ന നോക്കിക്കോ, s⁵5 ഈക്വൽ ടു ഈ 1.1 ഇല്ലേ അതിനെ 110 ആക്കും. ഞാൻ ഇവിടെ നിന്ന് 2 ഡിജിറ്റ് മാറ്റും, ഇൻറ്റു 10⁻⁻25 ആകും. കണ്ടോ? ഇവിടെ നിന്ന് 2 ഡിജിറ്റ് മാറ്റുമ്പോ ഇവിടെ എന്ത് ചെയ്യണം? കൂട്ടണം. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡിവൈഡഡ് ബൈ 108. 108 110 അപ്രോക്സിമേഷൻ ചെയ്താൽ എത്ര ടൈം ആൻസർ പോകും? 1 അത് കഴിഞ്ഞ് 0 അല്ലേ ഇടുക, അപ്പൊ അത് അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് 1 എന്ന് എഴുതാം. ഇത് എത്ര എടുക്കാം? 1. അപ്പൊ എത്ര വരും? s⁵5 ഈക്വൽ ടു 1 ഇൻറ്റു അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ, 10⁻⁻25. സോ s⁵5 ഈക്വൽ ടു എത്ര വരും? 10⁻⁻25 മാറി s ഈക്വൽ ടു എത്ര വരും കേട്ടോ. ഇതാണ് ആൻസർ. s is equal to 10⁻⁻5. s is equal to 10⁻⁻5. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു സബ് ടോപ്പിക് ഉണ്ട്, കോമൺ അയൺ എഫക്ട് ഓൺ സോലുബിലിറ്റി ഓഫ് അയണിക് സോളിഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. കോമൺ അയൺ എഫക്ട് എന്തായിരുന്നു? ഒരു കോമൺ ആയിട്ടുള്ള അയൺ അല്ലെ ആഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന അത് സോലുബിലിറ്റിനെയും അഫക്ട് ചെയ്യും. സോലുബിലിറ്റി ഇക്വിലിബ്രിയം അല്ലേ കേട്ടോ. അതിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലാതെ എക്സ്ട്രാ വേർഡ് ഒന്നും ഇല്ല. അതിപ്പോ നേരത്തെ ഉപയോഗിച്ചേക്കുന്ന അതുപോലെ തന്നെയുള്ള ഒരു വേർഡ് തന്നെയാണ്. അപ്പോ ഇത്രയും വരെയുള്ളൂ ടോപ്പിക്, ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയും വരെ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ നമുക്ക് ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞ് പോണം. ഇതില് പഠിക്കുന്ന സമയത്ത് 2 രീതിയിൽ പഠിക്കാം. ആദ്യം ഇതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസുകളുടെ സൈഡ്, രണ്ടാമത് ഇതിൽ വരുന്ന മെയിൻ തിയറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, രണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് എല്ലാ ഇക്വേഷൻസുകളും ഒന്ന് ഓർഡറിലാക്കി ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. ആദ്യത്തെ ഇക്വേഷനൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാ ഇക്വേഷനും നമുക്കൊന്ന് ഓർഡറിൽ എഴുതി വെക്കാം. അതുപോലെ തന്നെ ഇന്ന് പഠിപ്പിച്ച തിയറിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. ബഫർ സൊല്യൂഷൻ, കോമൺ അയൺ എഫക്ട്, ലേ ചാർട്ട്ലിയർ പ്രിൻസിപ്പിൾ. ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നത് ഈ 3 ഏതൊക്കെയായിരുന്നു? ബഫർ സൊല്യൂഷൻ, കോമൺ അയൺ എഫക്ട്, ലേ ചാർട്ട്ലിയർ പ്രിൻസിപ്പിൾ കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ തിയറട്ടിക്കൽ പോയിന്റ് ആയിട്ട് കൂടുതൽ ചോദിച്ചേക്കുന്നത്. ഇനി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് കോൺജുഗേറ്റഡ് ആസിഡ്, pH, ആ ഏരിയ എന്നാണ്. മൾട്ടിപ്പിൾ ചോയ്സ് പോലെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസുകൾ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ വരുന്ന എല്ലാം മാത്തമാറ്റിക്കൽ പ്രോബ്ലം തന്നെയാണ്. മാത്തമാറ്റിക്കൽ പ്രോബ്ലം ബേസ് ചെയ്തിട്ട് വരുന്ന ഏരിയാസ് ആണ് ആക്ച്വലി ഏറ്റവും കൂടുതലായിട്ട് എമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഓർഡറിൽ കറക്റ്റ് ആയിട്ടൊന്ന് നമുക്ക് നോക്കണം കേട്ടോ. ഓക്കെ, എല്ലാ ഇക്വേഷൻസും ഒന്ന് ഓർഡറിലാക്കി എഴുതി വെക്കാം ഫസ്റ്റ് കേട്ടോ. ഓക്കെ, എല്ലാ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുള്ളൂ, വേഗം ഒന്ന് എഴുതി വെച്ചേ കേട്ടോ. ഒരു ഫുൾ പേജ് എടുക്കുക, എന്നിട്ട് അതിൽ ഈ ചാപ്റ്ററിൽ വരുന്ന മെയിൻ ഇക്വേഷൻസുകൾ കറക്റ്റ് ഓർഡറിലാക്കി വെക്കാം. അത് ആദ്യം ഒന്ന് പഠിക്കുക. അപ്പൊ വീട്ടിൽ പോയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ ഡിസൈഡ് ചെയ്യുന്നു, അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഒരു 1 hour നല്ല ഓണസ്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്താൽ മെയിൻ കാര്യങ്ങൾ കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അൾട്രാ ക്ലിയർ ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ തരുന്നത് കേട്ടോ. ആദ്യം വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഇക്വേഷൻസ് ഒക്കെ നല്ല ഓർഡറായിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസും പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇതിൽ വരുന്ന ഇക്വേഷൻ KC കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ KC ഈക്വൽ ടു എന്തായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ എഴുതി തുടങ്ങിക്കോട്ടോ. അപ്പൊ എന്റെ ഒപ്പം എഴുതി പൊക്കോളണം. നമ്മൾ പഠിച്ച കാര്യമാണ്, പക്ഷെ ഒന്ന് ഓർഡർ ആക്കുകയാണ് ഈ ചാപ്റ്റർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ.
ഇത് സ്ക്വയർ ബ്രാക്കറ്റ് അല്ല കേട്ടോ, ഇത് സാധാ ബ്രാക്കറ്റ് ആണ്. കെ ബിക്കും ഇക്വേഷൻ സെയിം ആണ് അല്ലേ, അറിയാലോ, സെയിം ആണ്. സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. കെ ബി ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. പിന്നെ ഇന്ന് പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഇന്ന് പഠിച്ച രണ്ട് ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആദ്യം പഠിച്ചത് എന്തായിരുന്നു? പി എച്ച് ഈക്വൽ ടു നമ്മള് അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട് ഒക്കെ പറഞ്ഞില്ലേ, അവിടെ ഒരു ഇക്വേഷൻ എഴുതി. എന്തായിരുന്നു? പി എച്ച് ഈക്വൽ ടു 7 പ്ലസ് ഹാഫ് ഓഫ് പി കെ എ മൈനസ് പി കെ പി കേട്ടോ. ഓക്കെ, അപ്പോ അത് എന്തായിരുന്നു? ആക്ച്വലി സോൾട്ടുകളാണ് കേട്ടോ. ഓക്കെ, പി എച്ച് ഓഫ് സോൾട്ട് കേട്ടോ, പി എച്ച് ഓഫ് സോൾട്ട് ആണ്. അപ്പൊ ഇത്രയും വരെ എഴുതി കഴിഞ്ഞ ആൾക്കാര് അതിന്റെ കൂടി ഒന്ന് എഴുതി വെക്കാം. പി എച്ച് ഓഫ് സോൾട്ട് എന്ന് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കരുതും ദൈവമേ ഇവിടെ ഒരു പി എച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ജനറൽ ആയിട്ടുള്ള പി എച്ച് ആണ്. അത് പി എച്ച് ഓഫ് സോൾട്ടുകളിൽ തരുമ്പോഴാണ് പി എച്ച് ഈക്വൽ ടു എന്തായിരുന്നു? 7 പ്ലസ് ഹാഫ് ഓഫ് പി കെ എ മൈനസ് പി കെ പി സ്ക്വയർ ബ്രാക്കറ്റ് കേട്ടോ. 8th ഇക്വേഷൻ ആണ്. 9th ഇക്വേഷൻ എന്തിന്റെ ആയിരുന്നു? പി എച്ച് ഓഫ് എന്തായിരുന്നു? അസിഡിക് ബഫർ. പിന്നെന്തായിരുന്നു? ബേസിക് ബഫർ കേട്ടോ. അപ്പൊ രണ്ട് ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതില നമുക്ക് എന്ത് എഴുതാം? ഒരെണ്ണം എഴുതാം കേട്ടോ. എന്തായിരുന്നു? കോൺജുഗേറ്റഡ് ആയിട്ട് വരുന്ന അതിന്റെ മാത്രം എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോ അതും എന്ത് തന്നെയാണ്? പി എച്ച് ഈക്വൽ ടു. അപ്പൊ ആസിഡിന്റെ ആവുമ്പോ എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞേക്കുന്നത്? പി കെ എ മൈനസ് എന്തായിരുന്നു? പ്ലസ് പ്ലസ് ലോഗ് എന്ത് വന്നു? കോൺജുഗേറ്റഡ് ആസിഡ്. കോൺജുഗേറ്റഡ് ആസിഡ് ബൈ എന്തായിരുന്നു? ബേസ് ബൈ ആസിഡ്. മറ്റേതിന് നേരെ തിരിച്ച്. കോൺജുഗേറ്റഡ് ബേസ് ഡിവൈഡഡ് ബൈ കോൺജുഗേറ്റഡ് ആസിഡ്. ഇത് അസിഡിക് ബഫർ കേട്ടോ. ഇത് അസിഡിക് ബഫർ. ഇങ്ങനെ നോക്കിയാൽ ഇത് കണ്ടോ, എ വന്ന അസിഡിക് ബഫർ. ഇനി ബേസിക് ബഫറിനെ എങ്ങനെയാ? പി ഒ എച്ച് ആ പഠിപ്പിച്ചേക്കുന്നത് കണ്ടോ. അപ്പൊ എന്തായിരിക്കും? പി കെ ബി ഉണ്ടോ. ഈ കെക്ക് പകരം എന്തായിരിക്കും? അത് കെ ബി ഉണ്ടോ. ഓക്കെ, പ്ലസ് ഇപ്പുറത്ത് ലോഗിന് പകരം എന്തായിരിക്കും? ലോഗ് ഇവിടെ ബേസിന് പകരം നേരെ തിരിച്ചിടാം. അത് തന്നെ. ഒരെണ്ണം പഠിച്ച എളുപ്പമാണ് കേട്ടോ. കോൺജുഗേറ്റഡ് ആസിഡ് ബൈ കോൺജുഗേറ്റഡ് ബേസ്.
അതിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടായിരിക്കും അത് വരുന്നത്. അടുത്തത് KSP ആണ്. KSPക്ക് ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അത് വലിയ ഇക്വേഷൻ ആണ്, അത് വേണ്ട, അത് ഏകദേശം മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ ഏകദേശം 10 ഇക്വേഷൻ ആണ്. 10th one KSP എന്ന് എഴുതിയിട്ടേക്ക് എന്തായാലും. 10th one KSP കേട്ടോ. ഓക്കെ, ആൻഡ് എന്താണ് എസ്, KSP ആൻഡ് എസ് റിലേഷൻ ആണ് അല്ലെ. KSP ആൻഡ് എസ് അത് ഓരോന്നിനും മാറും, കണ്ടല്ലേ നമ്മള് അല്ലെ. ഓരോന്നിനും എന്ത് ചെയ്യും, മാറും. ചിലതിന് S സ്ക്വയർ വന്നു, ഇപ്പൊ ഒന്നേന് കണ്ടല്ലേ അല്ലെ നമ്മള്. അപ്പൊ ആ രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസ് വരും. നമ്മൾ ലാസ്റ്റ് നോക്കിയത് എന്തായിരുന്നു, KSP 108 S⁵5 അതാണ് റിലേഷൻ ഉണ്ടോ. ഓക്കെ, 8 to x3 വരുമ്പോൾ അങ്ങനെ തന്നെ വരും. അപ്പൊ ആ രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കും, അതാണ് റിലേഷൻഷിപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഇക്വേഷൻസ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം. എല്ലാ ഇക്വേഷനും ഓരോ പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ഇവിടത്തെ ഇപ്പൊ ഒരെണ്ണം ഇത് ചെയ്തു, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്ന് ഒരെണ്ണം ചെയ്യണം, ഇതിന്ന് ഒരെണ്ണം ചെയ്യണം, അങ്ങനെ ഓരോന്നും ഇത് നമ്മൾ ചെയ്തതാണ് ആദ്യത്തേതില്. അങ്ങനെ ഓരോന്നിന്റെയും ഏകദേശം ഒരെണ്ണം രണ്ടെണ്ണം വെച്ച് നോക്കി ആ ഇക്വേഷൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ലെവലായി. പിന്നെ അതിന്റെ തിയറി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സും സ്പീഡിൽ ക്ലോസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, ഒപ്പം തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസും ചെയ്യും കേട്ടോ. ആ രീതിയിലാണ് പോകുന്നത്. പോർഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ടിരുന്ന് പഠിച്ചു പോകാലോ എന്ന് കരുതിയിട്ടാ കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.